എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ഏകോനവിംശോധ്യായഃ. പരീക്ഷത്തിൻ്റെ പ്രായോപവേശവും ശുക ആഗമനവും വർണ്ണിക്കുന്ന 19-ാം അധ്യായമാണ് ഈ വീഡിയോയിൽ. സൂതൻ പറഞ്ഞു, നിഗൂഢ തേജസ്സോടുകൂടിയ മുനിയോട് അപരാധം ചെയ്തതിനെക്കുറിച്ചോർത്ത് പരീക്ഷത്തിന് അതിയായ ദുഃഖമുണ്ടായി. മുനിയെ അപമാനിച്ചതുകൊണ്ട് താമസം വിന എനിക്ക് വലുതായ വ്യസനത്തെ അനുഭവിക്കേണ്ടി വരും. ഇനിയൊരു തെറ്റ് ആവർത്തിക്കാത്ത വിധം ഞാൻ പ്രായശ്ചിത്തം അനുഭവിക്കട്ടെ. ബ്രാഹ്മണ കോപമാകുന്ന അഗ്നി എൻ്റെ രാജ്യം, സൈന്യം, സമൃദ്ധമായ ഭണ്ഡാരം മുതലായവയെല്ലാം ദഹിപ്പിക്കട്ടെ. ഞാനിനി ഒരിക്കലും ബ്രാഹ്മണർ, ഗോക്കൾ, ദേവന്മാർ മുതലായവരെ കുറിച്ച് നിന്ദ്യമായത് ചിന്തിക്കരുത്. ഇപ്രകാരം ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം മുനിശാപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു. ഇതറിഞ്ഞിട്ടും അദ്ദേഹത്തിന് അല്പം പോലും ദുഃഖമുണ്ടായില്ല. വിഷയാസക്തന് പോലും വിരക്തി ജനിപ്പിക്കുന്ന തക്ഷകന്റെ വിഷാഗ്നി അജിരേണ തന്നെ ബാധിക്കുന്നത് ഉചിതം തന്നെയാണെന്ന് അദ്ദേഹം കരുതി. ഇഹവും പരവും തള്ളിക്കളയേണ്ടത് തന്നെയാണെന്ന് അദ്ദേഹം മുൻപേ തന്നെ തീരുമാനിച്ച് ഉറച്ചതായിരുന്നു. ശാപവൃത്താന്തം ശ്രവിച്ചപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസേവനത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തു. ഭഗവത് പാദങ്ങളിൽ പരിലസിക്കുന്ന തുളസി സുഗന്ധത്തോടുകൂടിയ ജലം പ്രവഹിക്കുന്ന ഗംഗാനദി ലോകപാലകന്മാരോടുകൂടിയ സർവ ലോകങ്ങളുടെയും അകവും പുറവും ശുദ്ധീകരിക്കുന്നു. ആസന്ന മൃത്യുവായ ആരാണ് ഇപ്രകാരമുള്ള ഗംഗയെ ആശ്രയിക്കാതിരിക്കുക? ഗംഗാതീരത്തിൽ വെച്ച് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ച പരീക്ഷിത്ത് സർവാസക്തിയും വെടിഞ്ഞ് മുനിവ്രതത്തോടുകൂടി വിഷ്ണുപാദങ്ങളെയും ധ്യാനിച്ചിരിപ്പായി. ഈ സമയത്ത് ലോകത്തെ ശുദ്ധീകരിക്കുന്നവരും മഹാനുഭാവന്മാരുമായ അനേകം ഋഷിമാർ അവിടെ വന്നു ചേർന്നു. സജ്ജനങ്ങളായവർ തീർത്ഥാടനം നടത്തുകയെന്ന വ്യാജേന തീർത്ഥങ്ങളെ ശുദ്ധീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത്രി, വസിഷ്ഠൻ, ച്യവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അംഗിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, ഉദധ്യൻ, ഇന്ദ്രപ്രമദൻ, മേധാതിഥി, ദേവനൻ, ആർഷ്ടിഷേണൻ, ഭരദ്വാജൻ, ഗൗതമൻ, പിപ്പലാദൻ, മൈത്രേയൻ, ഔർവൻ, കവശൻ, അഗസ്ത്യൻ, വേദവ്യാസൻ, നാരദൻ തുടങ്ങി ബ്രഹ്മർഷിമാരിലും ദേവർഷിമാരിലും മുഖ്യരായവരും നിരവധി രാജർഷിമാരും അവിടെ എത്തിച്ചേർന്നു. പരീക്ഷിത്ത് അവരെല്ലാം ആദരവോടുകൂടി എതിരേറ്റു. അവർക്ക് ശ്രേഷ്ഠമായ ആസനങ്ങൾ നൽകിയ ശേഷം വിനയാന്വിതനായി ഇപ്രകാരം അറിയിച്ചു: മഹാന്മാരായ നിങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രമായതുവഴി ഞാൻ നൃപന്മാരിൽ വെച്ച് ഭാഗ്യവനായി തീർന്നിരിക്കുന്നു. ശൗചാദികൾ ചെയ്യുന്ന സ്ഥലത്തേക്കാൾ വെറുപ്പോടെ നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്ന നൃപന്റെ ഗൃഹത്തെ മുനിമാർ വെടിയുന്നു. ഗൃഹാദി വിഷയങ്ങളിൽ ആസക്തനും പാപിയുമായ എനിക്ക് വിരക്തി ഉണ്ടാക്കുന്നതിനായി സർവർക്കും നാഥനായ ഭഗവാൻ തന്നെ ബ്രാഹ്മണശാപമാകുന്ന രൂപത്തിൽ വന്നെത്തിയതായിരിക്കണം. വിഷയസുഖങ്ങളിൽ ആസക്ത ചിത്തനായവൻ ശാപത്തിന് വിധേയനായാൽ വളരെ വേഗത്തിൽ ഭയന്ന് വിരക്തനായിത്തീരുന്നു. ഈശ്വരാർപ്പിത മനസ്സോടുകൂടി ഗംഗയെ ആശ്രയിച്ച എൻ്റെ നന്മയ്ക്കായി നിങ്ങൾ വിഷ്ണുവിൻ്റെ ഗാഥകൾ ആലപിക്കൂ. അതിനുശേഷം ബ്രാഹ്മണപ്രേരിതനായ തക്ഷകൻ എന്നെ മതിവരുവോളം കടിക്കട്ടെ. എനിക്ക് ഓരോ ജന്മത്തിലും മുകുന്ദനിൽ ഭക്തിയും സജ്ജന സംഗമവും സർവചരാചരങ്ങളിലും മൈത്രിയും ഉണ്ടാകട്ടെ. മുനിമാരെ, നിങ്ങൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഈ ദൃഢനിശ്ചയത്തോടുകൂടി ധീരനായ പരീക്ഷിത്ത് പുത്രന് രാജ്യം നൽകിയ ശേഷം ഗംഗയുടെ തെക്കേക്കരയിൽ ദർഭ വിരിച്ച് വടക്കോട്ട് നോക്കിയിരിപ്പായി. ഇപ്രകാരം ആ രാജർഷി പ്രായോപവേശത്തിനായിരുന്നപ്പോൾ ദേവന്മാർ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ചെയ്യുകയും ദുന്ദുഭി മുഴക്കുകയും ചെയ്തു. അവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുനിമാരും ഇത് വളരെ ഉത്തമമാണെന്ന് പ്രശംസിച്ചുകൊണ്ട് ഭഗവത് ഗുണങ്ങൾ ആലപിക്കുവാൻ തുടങ്ങി. അവർ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജർഷിവര്യ,
അവിടുത്തെ പോലെ ഭഗവത് പാദങ്ങളെ ധ്യാനിച്ചിരിക്കുന്ന ഒരുവൻ ഭഗവത് സാമീപ്യം കാക്ഷിച്ചുകൊണ്ട് രാജകിരീടത്താൽ അലങ്കൃതമായ സിംഹാസനത്തെ വെടിഞ്ഞുവെന്നതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. പിന്നെ ആ മുനിമാർ പരസ്പരം പറഞ്ഞു, ഭാഗവതോത്തമനായ ഇദ്ദേഹം ശരീരം വെടിഞ്ഞ് രാഗശോകാദികളില്ലാത്തതും ശ്രേഷ്ഠവുമായ ലോകത്തിലേക്ക് ഗമിക്കും വരെ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകണം. അമൃതതുല്യവും ഗംഭീരവും സത്യവുമായ മുനിമാരുടെ ഈ വാക്കുകേട്ടിട്ട് പരീക്ഷിത്ത് ശ്രീകൃഷ്ണ ചരിതങ്ങളെ കേൾക്കുവാൻ ആഗ്രഹത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. സത്യലോകത്തിലെ വേദങ്ങൾ ശരീരം ധരിച്ചെത്തിയവരെ പോലുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അന്യരെ അനുഗ്രഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും നിങ്ങൾക്കില്ല. അല്ലയോ മുനിമാരെ, നിങ്ങളിലുള്ള വിശ്വാസം ഹേതുവായി ഞാൻ ചോദിക്കുകയാണ്, ഒരുവൻ എല്ലായ്പ്പോഴും ചെയ്യേണ്ടതെന്താണെന്ന് പറഞ്ഞാലും, പ്രത്യേകിച്ചും ആസന്ന മൃത്യുവായ ഒരുവൻ്റെ പരമമായ കർത്തവ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാലും. പരീക്ഷത്തിൻ്റെ ഈ ചോദ്യം ശ്രവിച്ച് മുനിമാർ പോലും എന്തു പറയണമെന്നറിയാതെ വിഷമത്തിലായിരുന്നു പോയി. ഈ സമയത്ത് വ്യാസപുത്രനും അവധൂതവേഷം ധരിച്ച് ഭൂമി മുഴുവനും ചുറ്റി നടക്കുന്നവനും ദർശനീയമല്ലാത്തവനും ഒന്നിലും യാതൊരു ആഗ്രഹമില്ലാത്തവനും അനേകം ഗുണങ്ങളോടുകൂടിയവനും ആത്മാനന്ദത്തിൽ മാത്രം രതിയോടുകൂടിയവനും ആയ ശ്രീശുക ബ്രഹ്മർഷി ബാലന്മാരാലും സ്ത്രീകളാലും മറ്റും ചുറ്റപ്പെട്ടുകൊണ്ട് എതിർച്ചയാ അവിടെ വന്നെത്തി. എന്നും 16 വയസ്സ് മാത്രം പ്രായമുള്ളവനും മനോഹരങ്ങളായ കൈകൾ, കാലുകൾ, ചുമലുകൾ, കവിൾത്തടം എന്നിവയോടുകൂടിയവനും ശംഖുപോലുള്ള കഴുത്ത്, ഉയർന്ന നാസിക, ചുരുണ്ട് ചിതറിക്കിടക്കുന്ന തലമുടി, നീർച്ചുഴിക്കൊത്ത പൊക്കിൽക്കൊടി, നീണ്ട കൈകൾ, വിലങ്ങനെ 3 നിഗ്മന രേഖയോടുകൂടിയ ഉദരം, വിഷ്ണുവിൻ്റെ ശോഭ, ശ്യാമവർണം എന്നിവയോടുകൂടിയവനും ദിഗംബരനും സ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും നിഗൂഢ തേജസ്സോടുകൂടിയവനാണെങ്കിലും മുനിമാർക്ക് മാത്രം നല്ലതുപോലെ അറിയാൻ കഴിയുന്ന ലക്ഷണത്തോടുകൂടിയവനുമായ ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ മുനിമാർ സ്വസ്ഥാനങ്ങളിൽ നിന്ന് ആദരവോടുകൂടി എഴുന്നേറ്റു. ഉടൻ തന്നെ പരീക്ഷിത്ത് അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ചിരുത്തി. അപ്പോൾ സ്ത്രീകളും കുട്ടികളുമൊക്കെ തിരിച്ചുപോയി. സർവരേക്കാളും മഹിമയോടുകൂടിയവനും ഭഗവാനുമായ ശ്രീശുകൻ ബ്രഹ്മർഷിമാർ, രാജർഷിമാർ, ദേവർഷിമാർ എന്നിവരാൽ ചുറ്റപ്പെട്ട് നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയുടെ മധ്യത്തിലിരിക്കുന്ന ചന്ദ്രനെ പോലെ ശോഭിച്ചു. സർവജ്ഞനും പ്രശാന്തചിത്തനും സുഖാസനസ്ഥിതനുമായ ശ്രീശുക ബ്രഹ്മർഷിയെ പരീക്ഷിത് രാജാവ് നമസ്കരിച്ചിട്ട് കൈകൂപ്പി ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ബ്രഹ്മർഷേ, അങ്ങയുടെ ആഗമനം കൊണ്ട് ക്ഷത്രിയാധമനായ ഞാൻ പരിശുദ്ധനായി തീർന്നിരിക്കുന്നു. ഏവരുടെ സ്മരണ കൊണ്ട് തന്നെ ഗൃഹങ്ങൾ പരിശുദ്ധമാകുന്നുവോ അപ്രകാരമുള്ളവരെ ദർശിക്കുന്നതിനും സ്പർശിക്കുന്നതിനും പാദം കഴുകുന്നതിനും ആസനസ്ഥമാക്കുന്നതിനും ഭാഗ്യം സിദ്ധിച്ചവരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അല്ലയോ മഹായോഗിൻ, വിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അസുരന്മാർ നശിക്കുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മഹാപാപങ്ങൾ പോലും ഇല്ലാതാകുന്നു. പാണ്ഡവരിൽ അതിപ്രിയത്തോടുകൂടിയ ഭഗവാൻ കൃഷ്ണൻ സഹോദരീ സന്താനങ്ങളുടെ സന്തോഷത്തിനായി വന്നണഞ്ഞതാണോ എന്ന് ഞാൻ കരുതിപ്പോകുന്നു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവ്യക്തഗതിയോടുകൂടിയവനും മഹായോഗിയുമായ അവിടുത്തെ ദർശനം ആസന്ന മൃത്യുവായ എനിക്ക് എങ്ങനെ ലഭിക്കാനാണ്? അതുകൊണ്ട് യോഗികളിൽ വെച്ച് ഉത്തമനായ അവിടുത്തോട് ഞാൻ ചോദിക്കുകയാണ്, മൃത്യു ആസന്നനായവന് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്താണ്? മനുഷ്യർ ശ്രവിക്കേണ്ടതും ജപിക്കേണ്ടതും ചെയ്യേണ്ടതും സ്മരിക്കേണ്ടതും ഭജിക്കേണ്ടതുമായി യാതൊന്നുണ്ടോ? അതും അരുതാത്തതേതൊക്കെയോ അതും പറഞ്ഞു തന്നാലും. ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹത്തിൽ പശുവിനെ കറക്കുന്നതിന് എടുക്കുന്ന സമയം പോലും അവിടുത്തെ ദർശനം ലഭിക്കാറില്ല. സൂതൻ പറഞ്ഞു. പരീക്ഷത്തിൻ്റെ ഇപ്രകാരമുള്ള മധുരം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ധർമ്മജ്ഞനായ ശ്രീശുക ബ്രഹ്മർഷി പറയുവാൻ തുടങ്ങി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശുകാഗമനം നാമ ഏകോനവിംശോധ്യായ. അങ്ങനെ 19-ാം അധ്യായവും
അതോടുകൂടി പ്രഥമ സ്കന്ധവും ഇവിടെ സമാപിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ ദ്വിതീയ സ്കന്ധം, രണ്ടാമത്തെ സ്കന്ധം 1-ാം അധ്യായത്തോടുകൂടി കേൾക്കാം. നന്ദി, നമസ്കാരം.